Hello students. In this video, we'll be discussing about dissenting shareholders. Like you all know, we are discussing the chapter of amalgamation, that is mergers and reconstruction. And in this, when two companies decide to merge themselves or agree for an amalgamation or absorption, then they will prepare a scheme of amalgamation, a scheme within which scheme pertaining to the agreement related with how this takeover has to take place. But some shareholders will not be interested in this, and they will not give the consent for amalgamation. These types of shareholders is known as dissenting shareholders. Shareholders who are not willing to the scheme of amalgamation. So in this video, we'll be discussing about the dissenting, if there is dissenting shareholder in a case of amalgamation or absorption, how the shares have to be treated, how the payment has to be made to them, and what are the sections related with dissenting shareholder in the Companies Act. Okay, hope it is clear now. Now we are moving on. So dissenting shareholder, those shareholders who have not given their assent, അവരുടെ സമ്മതം നൽകാത്ത, their assent to the scheme of amalgamation entered into by the prescribed majority of shareholders. മെജോറിറ്റി ഷെയർഹോൾഡേഴ്സും അഗ്രി ചെയ്ത ഒരു സ്കീം ഓഫ് അമാൽഗമേഷനോട്, അല്ലെങ്കിൽ സ്കീം ഓഫ് അബ്സോർപ്ഷൻ, അമാൽഗമേഷൻ, റീകൺസ്ട്രക്ഷൻ എല്ലാം കൂടെ കൂടിയതാണ്. അതിനോട് കൺസെൻറ്റ് നൽകാത്ത ആൾക്കാരെ ആർ കോൾഡ് ഡിസെൻറ്റിംഗ് ഷെയർഹോൾഡേഴ്സ്. ഓക്കെ, they refuse to transfer the shares according to the scheme framed by the company. കമ്പനി ഫ്രെയിം ചെയ്ത സ്കീം പ്രകാരം അവരുടെ ഷെയർസ് കൊടുക്കാൻ വില്ലിങ് ആവില്ല. അങ്ങനെയുള്ള ആളാണ് ഡിസെൻറ്റിംഗ് ഷെയർ ഹോൾഡർ എന്ന് പറയാം. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 395 of Companies Act, the shares of such dissenting shareholders may be acquired by the vendor company. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ, അപ്പോൾ സെക്ഷൻ 395 പറയുന്നുണ്ട്, അത് 395 പ്രകാരം ഒരു വെൻഡർ കമ്പനിക്ക് 3 രീതിയിൽ ഇത് ടേക്ക് ഓവർ ചെയ്യാം, എക്വയർ ചെയ്യാം. ഒന്ന്, ഓൺ ദ സെയിം ടേം ഓൺ വിച്ച് വില്ലിംഗ് ഷെയർ ഹോൾഡേഴ്സ് പാസ്ഡ് ഓൺ ദെയർ ഷെയർസ്. ഒന്നുകിൽ വില്ലിംഗ് ഷെയർ ഹോൾഡർ എങ്ങനെയാണോ പാസ് ഓൺ ചെയ്തത് അങ്ങനെ തന്നെ അവർക്ക് വാങ്ങിക്കാം. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഹോസ്റ്റൽ ടേക്ക് ഓവറിൻ്റെ ഒക്കെ കേസിൽ ഈവൻ ഇഫ് യു ഡിസെൻറ്റ് യു ഡസൻറ്റ് ഹാവ് എൻ ഓപ്ഷൻ ബട്ട് ടു ഗിവ് ദിയർ ഷെയർസ്. അപ്പോൾ എന്താണോ വില്ലിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് അത് തന്നെ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ 395 പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഓൺ അതർ ടേംസ് എഗ്രീഡ് ബിറ്റ്വീൻ ദ വെൻഡർ കമ്പനി ആൻഡ് ദ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ്. അല്ലെങ്കിൽ വെൻഡർ കമ്പനിക്ക് ഈ ടേക്ക് ഓവർ അത്രയ്ക്ക് പ്രാധാന്യത്തോടെ എടുക്കുന്ന ഒരു വെൻഡർ കമ്പനി ആണെങ്കിൽ ദേ വിൽ ഹാവ് എ നെഗോസിയേഷൻ ടോക്ക് വിത്ത് ദ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദേ വിൽ അഗ്രി അപ്പോൺ എ ടേം. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പോലെയല്ല, ഇവർ തമ്മിലുള്ള അഗ്രിമെൻറ്റിൽ ഒരു ടേംസിലേക്ക് എത്തും. ഒന്നുകിൽ അതാവാം, അല്ലെങ്കിൽ ഓൺ ടേംസ് ഓർഡേർഡ് ബൈ ദ കോർട്ട്. ഇപ്പം ഡിസെൻഡിങ് ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ വെൻഡറോ ആരെങ്കിലും ഒരാൾ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കോടതി വിധി അനുസരിച്ച് എന്താണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് ആ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിനെ സെറ്റിൽ ചെയ്യാൻ വെൻഡർക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ, 3 കേസസ് റെഡിയാണ്, ഓക്കെ ആണല്ലോ. ഇപ്പോൾ വില്ലിംഗ് ഷെയർ ഹോൾഡറുടെ കേസിൽ തന്നെ എടുക്കുന്നത് സാധാരണഗതിയിൽ ഹോസ്റ്റൽ ടേക്ക് ഓവേഴ്സിലായിരിക്കും. കാരണം ഡിസെൻറ്റ് ചെയ്തിട്ടും അവർക്ക് എന്താണോ മറ്റവർക്ക് കൊടുക്കുന്നത് അത് തന്നെ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത് അതൊരു ഹോസ്റ്റലായിട്ട് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക, എല്ലാ ഷെയർ ഹോൾഡേഴ്സും വില്ലിംഗ് ആണെങ്കിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ മൊത്തമായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാറാണ് പതിവ്. ഒരു ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇഫ് ദർ ഇസ് എ ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ, ആ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ വേറെ തന്നെ ഉണ്ടാക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റാം. എനി എക്സസ് പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം സച്ച് ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇത് നമ്മൾ പ്രിഫറൻസ് ഷെയർസിനെയും ഡിബെഞ്ചേഴ്സിനെയൊക്കെ റിഡീം ചെയ്യുന്ന സമയത്തെ നമുക്ക് അവർക്ക് കൂടുതൽ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസേഷനിലേക്ക് ഡെബിറ്റ് ചെയ്യും, അവർക്ക് കുറവ് കൊടുത്ത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ റിയലൈസേഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറില്ലേ. അതുപോലെയാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് കൊടുക്കുന്നതിൽ കൂടുതലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസേഷനിലേക്ക് ഡെബിറ്റ് ചെയ്യും. കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും റിയലൈസേഷനിലേക്ക്. പിന്നെ ഓൾ ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ്, നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിലുള്ള ഓൾ ഐറ്റംസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം വില്ലിംഗ് ഷെയർ ഹോൾഡേഴ്സിലേക്കാണ്. അല്ലാതെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡർക്ക് അതിൻ്റെ ഒരു ഓഹരി കിട്ടില്ല. അതായത് അതുവരെയുള്ള സർപ്ലസിൻ്റെ ഷെയർസ്, സർപ്ലസിൻ്റെ എമൗണ്ട്
പിന്നെ റിയലൈസേഷനിലുള്ള ലാഭം, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക വില്ലിംഗ് ഷെയർ ഹോൾഡറിൻ്റെ അക്കൗണ്ടിലേക്കാണ്. ഡിസെൻഡിങ് ഷെയർ ഹോൾഡർക്കില്ല. ഡിസെൻഡിങ് ഷെയർ ഹോൾഡർക്ക് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അവർക്ക് വെണ്ടർ എന്താണോ ബൈ അഗ്രിമെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രം വെച്ചിട്ടാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിനെ നമ്മൾ സെറ്റിൽ ചെയ്യാം. ക്ലിയർ ആണല്ലോ പ്രൊസീജിയർ? ഇനി നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് കമ്പനി ലിമിറ്റഡ് ആൻഡ് വൈ കമ്പനി ലിമിറ്റഡ് ആസ് ഓൺ 31 March 2019 ആണ്. അപ്പോൾ ഇതിനകത്ത് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡിൻ്റെ 10 lakhും വൈ ലിമിറ്റഡ് 2 lakhും 20 lakhുമാണ്. ഇത് രണ്ടും ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് 10ഉം 8ഉം ഉള്ളൂ. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒരു സാധാരണ ബാലൻസ് ഷീറ്റ് 2 കമ്പനീസിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ബാലൻസ് ഷീറ്റല്ല, ഈ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയെടുക്കുക. എന്നിട്ട് മാത്രമേ ബാക്കി വീഡിയോസ് കാണാവുള്ളൂ. അപ്പോൾ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. ഇറ്റ് വാസ് പ്രപ്പോസ് ദാറ്റ് എക്സ് ലിമിറ്റഡ് ഷുഡ് ബി അമാൽഗമേറ്റഡ് ഇൻ വൈ ലിമിറ്റഡ്. അപ്പോൾ എക്സ് ഇല്ലാതാവുന്ന കമ്പനി ആദ്യം അതാണ് നമ്മൾ ഡിഗ്രിക്ക് ഇത് പഠിപ്പിക്കുമ്പം ആദ്യം എക്വയറർ ആരാണ്, എക്വയറി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇതിനകത്ത് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ദാറ്റ് എക്സ് ലിമിറ്റഡ് ഷുഡ് ബി അമാൽഗമേറ്റഡ് ഇൻ വൈ ലിമിറ്റഡ്. അപ്പോൾ വൈ ആണ് ടേക്കിംഗ് ഓവർ കമ്പനി, എക്സ് ആണ് എക്വയറി കമ്പനി എന്ന് പറയുന്നത് എക്സ് ആണ്, മറ്റേത് വൈ എക്വയറർ ആണ്. ഫോളോയിങ് അറേഞ്ച്മെൻറ്റ്സ് വാസ് ആക്സെപ്റ്റഡ് ബൈ ബോത്ത് ദ കമ്പനീസ്. അപ്പം 2 കമ്പനീസും എഗ്രി ചെയ്തിട്ടുള്ള സ്കീം ഓഫ് അമാൽഗമേഷൻ. ഓക്കെ, സോറി. ഈ സ്കീം ഓഫ് അമാൽഗമേഷനിൽ ഗുഡ് വിൽ ഓഫ് എക്സ് ലിമിറ്റഡ് ഈസ് കൺസിഡേർഡ് വാല്യൂലെസ്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ഉണ്ട് നോക്കൂ. ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് എക്സ് ലിമിറ്റഡിൽ ഒരു 80,000 ഉണ്ട്. ഈ 80,000 ഇല്ല, വാല്യൂലെസ് ആണ്, അത് കണക്കാക്കണ്ട എന്ന് ഇവർ രണ്ടുപേരും എഗ്രി ചെയ്തു. ഇനി അരിയേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ എക്സ് ലിമിറ്റഡ് എമൗണ്ടഡ് ടു ₹40,000. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ അകത്ത് അരിയേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഒരു 40,000 ഉണ്ട്. അപ്പോൾ അരിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, അസറ്റിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, ദ ഹോൾഡേഴ്സ് ഓഫ് എവറി 2 shares. ഇനി പർച്ചേസ് കൺസിഡറേഷൻ്റെ കഥയാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. നെറ്റ് അസറ്റ് മെത്തേഡ് നമ്മൾ ആ കൂടെ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിലൊന്നും ലംസം മെത്തേഡിലൊന്നുമാണ് ചെയ്തത്. നെറ്റ് അസറ്റ് പക്ഷേ ബുദ്ധിമുട്ടില്ല വിചാരിക്കുക. കാരണം എന്താണോ അവർ ടേക്ക് ഓവർ ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അത് ഡിഫറൻസ് എമൗണ്ട് കണ്ടെത്തിയാൽ മതി. ഇത് നമ്മൾ 4ാമത്തെ മെത്തേഡായിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ദ ഹോൾഡർ ഓഫ് എവറി 2 shares ഇൻ എക്സ് ലിമിറ്റഡ് ഹാസ് ടു റിസീവ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്പർ ഓഫ് ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. എവറി 2 sharesനാണ് കൊടുക്കുന്നത്. 2 കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എവറി 2 sharesന്. എന്താണ്? ആസ് ഫുള്ളി പെയ്ഡ് എറ്റ് പാർ 10 shares ഇൻ വൈ ലിമിറ്റഡ്. ഷെയർസ് ഓരോ 2 ഷെയറിനും 10 ഷെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമേ കണ്ടതാണല്ലോ. ഇവിടെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് സംശയം വരും. 2ാമത്തത് വായിക്കാം. സോ മച്ച് ക്യാഷ് ആസ് ഇസ് നെസസറി ടു അഡ്ജസ്റ്റ് ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ബോത്ത് ദ കമ്പനീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ് ആസ് പെർ ദർ ബാലൻസ് ഷീറ്റ് സബ്ജക്ട് ടു നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ഗുഡ് വിൽ ആൻഡ് depreciations in X Limited's balance sheet. ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ 2 ഷെയറിനും 10 ഷെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓരോ 2 ഷെയറിനും ക്യാഷ് കൊടുക്കുന്നുണ്ട്. എന്താ കൊടുക്കണം? ക്യാഷ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആസ് ഇസ് നെസസറി ടു അഡ്ജസ്റ്റ് ദ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. എത്ര ക്യാഷ് എന്ന് പറയുന്നില്ല, പകരം ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ? ഓഫ് ബോത്ത് ഇറ്റ്സ് കമ്പനീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ നമ്മൾ 2 കമ്പനീസിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടിട്ട് ആ ഇൻട്രിൻസിക് വാല്യൂവിനനുസരിച്ച് ഓരോ 2 ഷെയറിനും 10 വെച്ച് കൊടുക്കുമ്പം എത്രയാണ് അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ടാണ് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ? സബ്ജക്റ്റ് നെസസറി ഗുഡ് വില്ലും ബാലൻസ് ഷീറ്റ് ഗുഡ് വില്ല് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഡിപ്രിസിയേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതൊക്കെ ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തണം. അതിന് ശേഷമുള്ള ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ മുകളിലാണ് ഇത് തീരുമാനിക്കേണ്ടത്. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ കോമ്പോസിറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആൻഡ് ഷോ ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ അമാൽഗമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഈ ജേർണൽ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലെഡ്ജർ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ബാലൻസ് ഷീറ്റ് മാത്രമായിരിക്കും. പക്ഷേ
ഈ ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു ധാരണ എന്തൊക്കെയാണ് ഈ പർച്ചേസിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എവിടേക്കാണ് ചേഞ്ചസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ തന്നെ പോകുന്നത്. എന്താണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ജേർണൽ എൻട്രീസും കൂടെ ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് ആ ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോവുകയാണേ. കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. അതിന് ആദ്യം നമുക്ക് എന്ത് വേണം? ഇൻട്രിൻസിക് വാല്യൂ കാണണം. വേണമല്ലോ. ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ എക്സിൻ്റെ ബാലൻസ് ഷീറ്റ് നിങ്ങളിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഫിക്സഡ് അസറ്റ്സ് ഒരു 8 ലക്ഷം ഉണ്ട്. അതിൻ്റെ അകത്ത് അരിയേഴ്സ് ഓഫ് ഡിപ്രിസിയേഷൻ, ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. അരിയേഴ്സ് ഓഫ് ഡിപ്രിസിയേഷൻ 40,000 ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് 7,60,000 ആണ് അതിൻ്റെ ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഗുഡ് വില്ലിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുഡ് വില്ലിനെ എടുക്കണ്ട. കറണ്ട് അസറ്റ്സ് വന്നിട്ട് ഒരു 9 lakh ഉണ്ട്. ഓക്കെ, ഇത് അലൈൻമെൻറ്റ് പോയതാണ്. അത് നേരെ 7,60,000 അടിയിലായിട്ട് കാണാം. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എത്രയായി? 16,60,000. 7,60,000 പ്ലസ് 9 lakh. പിന്നെ ലെസ് അൺസെക്യൂർഡ് ലോൺ. നമ്മൾ ലയബിലിറ്റീസ് കുറയ്ക്കണമല്ലോ. ആദ്യം നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാണുന്ന നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഇൻട്രിൻസിക് വാല്യൂ കാണുക. നമ്മൾ നെറ്റ് അസറ്റ് കണ്ടിട്ട് നമ്പർ ഓഫ് ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ് കാണാം. അപ്പോൾ ഇതിനകത്ത് അസറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 16,60,000 ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് എക്സിൻ്റെ ലയബിലിറ്റീസ് നമ്മൾ ലെസ് ചെയ്യുക. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ലയബിലിറ്റീസ് ആണ്, ഷെയർ ക്യാപിറ്റൽ എടുക്കില്ല. അൺസെക്യൂർഡ് ലോൺ ഒരു 2,00,000 ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു 3,10,000 ഉണ്ട്. മൊത്തം 5,10,000 ഉണ്ട് എന്ത് ലയബിലിറ്റീസ്. അപ്പോൾ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് എത്രയായി? 16,60,000 5,10,000 കുറച്ചിട്ടുള്ള 11,50,000 ആണ് നമ്മുടെ നെറ്റ് അസറ്റ്. ഇനി എക്സിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു നോക്കിക്കേ. 10 ലക്ഷമാണ് അവിടുത്തെ ഷെയർ ക്യാപിറ്റൽ. 100 രൂപയാണ് ഷെയറിന്. അപ്പോൾ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും? 10,000 ഷെയർസ് ആണ് ഉണ്ടാവുക. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ട് 10,000 ഷെയർസ് ഉണ്ടാവും, നമ്പർ ഓഫ് ഷെയർസ്. ഇനി അതിന് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 11,50,000 ഡിവൈഡഡ് ബൈ 10,000. അപ്പോൾ ഓരോരുത്തർക്കും 115 ആണ് 115 ആണ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്. 100 രൂപയുടെ ഷെയറിന് ഇൻട്രിൻസിക് വാല്യൂ, അതായത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സിൻ്റെ മുകളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 115 ആണ്. ഇതുപോലെ വൈ ലിമിറ്റഡിൻ്റെ നമ്മൾ കണ്ടെത്തുക. വൈ ലിമിറ്റഡിൽ ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റ് നോക്കൂ, 16 lakh ഉണ്ട്. അവിടെ പിന്നെ ഡിപ്രിസിയേഷൻ ഒന്നും ചെയ്യാനില്ല. കറണ്ട് അസറ്റ് വന്നിട്ട് 8,60,000 ഉണ്ട്. ടോട്ടൽ അസറ്റ്സ് എത്രയാണ് അപ്പം? 24,60,000. ഇതിൽ നിന്ന് നമ്മൾ ലയബിലിറ്റീസ് ലെസ് ചെയ്യാണ്. ലയബിലിറ്റീസ് സെക്യൂർഡ് ലോൺ ഒരു 5 lakh ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു 3,60,000 ഉണ്ട്. അലൈൻമെൻറ്റ് പോയതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്, ഞാൻ പറയുന്നതും കൂടെ ശ്രദ്ധിക്കാം. 5 lakhും 3,60,000 ഉണ്ട്. അപ്പോൾ 8,60,000. അപ്പോൾ ഈ 8,60,000 24,60,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 16 lakh കിട്ടും. അപ്പോൾ 24,60,000 മൈനസ് 8,60,000 16 lakh. ഇതാണ് നമ്മുടെ വൈൻ്റെ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്. ഇനി വൈക്ക് എത്ര ഷെയർസ് ഉണ്ട്? വൈക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 8 lakh ആണ് ഉണ്ടായിരുന്നത്. വൈൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്. അപ്പോൾ 8 lakh ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ടാണ് നമുക്ക് ഈ 80,000 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്? 16 lakh നെറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ 80,000 നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ 20 rupees ആണ് എന്ത് വൈൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ. ഇത് രണ്ടും കണ്ടുപിടിച്ചു. കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പം എന്താ പറഞ്ഞിരിക്കുക? ഷെയർ ഹോൾഡർ ഓഫ് എവറി 2 ഷെയർസിന് 10 ഷെയർ വെച്ചിട്ടാണ് കിട്ടുക. ആൻഡ് അറ്റ് ദർ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ക്യാഷ്, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ നോക്കുക എന്താ ചെയ്യേണ്ടത്? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് 2 shares ഓഫ് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് 115 × 2 230 ആണ്. ഈ 2 ഷെയറിന് വൈൻ്റെ എത്ര ഷെയറാണ് കിട്ടുന്നത്? 10 ഷെയറാണ് വൈയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 20 × 10 200. അപ്പോൾ 230 രൂപ വിലയുള്ള ഷെയർസിന് പകരമായിട്ട് കിട്ടുന്നത് 200 ആണ്.
200 രൂപയുടെ ഷെയറാണ്. അങ്ങനെ വരുമ്പം ആ ഡിഫറൻസ് എത്രയാണ്? 30ആണ്. ഇപ്പം 30ആണ് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്നത്. ഓരോ 2 ഷെയറിനും 30 രൂപ വെച്ചിട്ടാണ് ക്യാഷായിട്ട് കൊടുക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എക്സിൻ്റെ ഓരോ 2 ഷെയറിനും വൈൻ്റെ 10 ഷെയർ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ 2 ഷെയറിൻ്റെ വാല്യൂ 230, വൈൻ്റെ ഓരോ 10 ഷെയറിൻ്റെ വാല്യൂ 200, ഡിഫറൻസ് 30. ഇനി ഫോർ 10,000 ഷെയർസ് ഇൻ എക്സ് ലിമിറ്റഡ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഓരോ 2 ഷെയറിനും 10 ഷെയർ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 10,000 by 2 ആണ്, by 2 into 10 ആണ് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കുന്നത്. ഇപ്പോൾ 50,000 ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ് ആണ് ഈ എയിലുള്ള 10,000 ഷെയർസിന് കിട്ടുക. ഓക്കെ, അപ്പോൾ 50,000 into 20, 10 lakh. ഈ 20 എന്തുകൊണ്ടാണ് എടുത്തത്? അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 20 ആണ്. അപ്പോൾ ആ 20 വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ അകത്ത് 10 ഷെയർ ക്യാപിറ്റലും 10 സെക്യൂരിറ്റി പ്രീമിയവും ആണ്. എത്രയാണോ നമ്മുടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർ, അതിനെ കൂടുതലായിട്ട് എത്ര കൊടുത്താലും അത് സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ 10 ലക്ഷം അതും. പിന്നെ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നതാണ്. റിമൈനിങ് ബാലൻസ് ഇൻ ക്യാഷ് ആണ്. അപ്പോൾ 10,000 by 2 into 30. ആ 30 നമ്മളിവിടെ മുകളിൽ കണ്ടുപിടിച്ചതാണ്, ഈ 30 എന്ന് പറയുന്ന ഫിഗർ. അപ്പോൾ ആ 30 1,50,000. മൊത്തം അവരുടെ പർച്ചേസ് കൺസിഡറേഷൻ എത്ര വരും? 11,50,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ വരുന്നത്. ഇനി നമ്മളതിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണ്. ഓരോ ഐറ്റവും എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളതിനൊന്ന് സൂം ചെയ്ത്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമുക്ക് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each ആണ്, 20 lakh. അതിനടിയിൽ ഒരു വര വയ്ക്കുക. പിന്നെ ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആദ്യം ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് 8 lakh ആണ് ഷെയർ ക്യാപിറ്റലായിട്ട്. 8 lakh എന്ന് പറഞ്ഞാൽ 80,000. പിന്നെ ഇവർക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തത് എത്ര ഷെയർസാണ്? നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി 50,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 80,000 ആദ്യം ഉണ്ടായിരുന്നതും ഇപ്പം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി, എക്സ് ലിമിറ്റഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള 50,000 കൂടെ കൂട്ടിയതാണ് ഈ 1,30,000. 1,30,000 ഷെയർസ് ഓഫ് ₹10 each ആണ്. അപ്പോൾ 13 lakh. ക്ലിയർ ആണല്ലോ? പിന്നെ അതിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആണ് 50,000 എന്നൊക്കെ പറഞ്ഞ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ 5 ലക്ഷം. അതെങ്ങനെ വന്നു? 50,000 ഷെയർസ് എക്സിന് ഇഷ്യൂ ചെയ്തതിൽ 20 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. അതിൽ 10 ഷെയർ ക്യാപിറ്റലിലേക്ക് പോവുക. ബാക്കി 10 എന്ന് പറയുന്ന 5 ലക്ഷമാണ് ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ വന്നത്. പിന്നെ ജനറൽ റിസർവ് എന്ന് പറയുന്നത് വൈ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ ബാലൻസ് ഷീറ്റിലുള്ള 8 lakh തന്നെയാണ്. അങ്ങനെ 13 lakh. ഇനി ലയബിലിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പ്രോബ്ലം എഴുതിയിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ സോറി, നമുക്ക് ആ ബാലൻസ് ഷീറ്റിലേക്കൊന്ന് എത്താം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും. അപ്പോൾ ഈ വൈ ലിമിറ്റഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണുള്ളത്. ബാക്കിയൊക്കെ ഇവരുടെ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ 3,60,000 ആണ് സൺട്രി ക്രെഡിറ്റേഴ്സിൽ വൈ ലിമിറ്റഡിലുള്ളത്. ബാക്കി സെക്യൂർഡും അൺസെക്യൂർഡും ഒക്കെ മറ്റേ എക്സ് ലിമിറ്റഡിൻ്റെ ആണ്. അപ്പോൾ അത് ക്ലബ് ചെയ്തിട്ട് എഴുതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അങ്ങോട്ട് തിരിച്ച് പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി, സോറി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും ഒക്കെ അവരുടേതെടുത്ത് ടോട്ടൽ ചെയ്തിട്ട് എഴുതി. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് 2 പേരുടെയും കൂട്ടി എഴുതി. ഇതൊക്കെ നമ്മൾ സാധാരണ മറ്റേ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്ത്. അപ്പോൾ 39,70,000 കിട്ടി. നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് ബാലൻസിൽ നിന്നും നമ്മൾ ക്യാഷ് ആയിട്ട് വൈ ലിമിറ്റഡിന് കൊടുത്ത എമൗണ്ട് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയതാണ് 15,60,000 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ പ്രോബ്ലം ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിൻ്റെ അല്ല, അത്
തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ടെക്സ്റ്റിൽ അങ്ങനെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിൻ്റെ ഒരു പ്രോബ്ലം കാണുവാണെങ്കിൽ ഞാൻ എടുക്കും. ഇതിപ്പോൾ ഇൻട്രൻസിക് വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രൻസിക് വാല്യൂ വെച്ചിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കാണുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സംശയങ്ങൾ ചോദിക്കാം.